സ്തോത്രം. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതിനെക്കുറിച്ച് പറയുന്നത് ഡെവിൾ ഇൻ ദ ഷെൽട്ടർ ഓഫ് ദ മോസ്റ്റ് ഹൈ. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ ചിറകിൻ്റെ കീഴിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് 15 മിനിറ്റിനകം ഞാൻ ഇരിക്കും. ഹല്ലേലൂയ സ്തോത്രം. പുഞ്ചമണ്ണിൽ മാമച്ചൻ ഉപദേശി എന്ന് പറഞ്ഞൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം സുവിശേഷം അറിയിക്കുവാനും ട്രാക്റ്റ് വിതരണം ചെയ്യുവാനുമായിട്ട് മധ്യതിരുവിതാംകൂറിലെ മുഖ്യ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പൂവത്തൂർ, പുല്ലാട്, മാരാമൺ ഭാഗങ്ങളിലെവിടെയോ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. മാർത്തോമ സഭയിലെ പ്രസിദ്ധനായ ഒരു ഉപദേശിയായിരുന്നു പുഞ്ചമണ്ണിൽ മാമച്ചൻ ഉപദേശി. പുള്ളി ഒരു ദിവസം ട്രാക്റ്റും കൊടുത്തിട്ട് സുവിശേഷമൊക്കെ പരസ്യമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിൽ വന്നപ്പോൾ പുള്ളിയുടെ കൃഷി സമ്പത്തുകൾ വീട്ടിൽ നിന്ന് മോഷണം പോയി. ചാക്കിനകത്ത് കെട്ടിവെച്ചേക്കുമായിരുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്ന സമയത്ത് പുള്ളി ആ വന്ന പടുതിയിൽ തന്നെ വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഗബ്രിയേലേ, മിഖായേലേ, നിങ്ങൾ എവിടായിരുന്നു? ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചാണ് ഞാൻ പ്രസംഗിക്കാൻ പോയത്. വേഗം ഇന്ന് തന്നെ 24 മണിക്കൂറിനകം എൻ്റെ നെല്ല്, അത് ഒരു ചുമട് നെല്ലെന്നു പറയുന്നത് ഒരു ചാക്ക് നെല്ല ഒരു മനുഷ്യന് എടുക്കാവുന്ന ഈ ഒരു ചുമടെന്ന് പറയുന്നത്, എൻ്റെ ഒരു ചുമട് നെല്ലും കൃഷി വിഭവങ്ങളൊക്കെ 24 മണിക്കൂറിനകം തിരിച്ചെൻ്റെ വീട്ടിൽ കൊണ്ടുവരണം, നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി എടുത്തുകൊണ്ട് പോയവരെ മുഴുവൻ സാധനം തിരിച്ചു കൊണ്ടുവച്ചു. രാവിലെ പുള്ളി എഴുന്നേറ്റ് വന്നപ്പോൾ നഷ്ടപ്പെട്ടത് മുഴുവന് തിരിച്ചു വന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൂതന്മാരുടെ കാവല്. 91 സങ്കീർത്തനം മുഴുവൻ സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ്, പ്രൊട്ടക്ഷനാണ്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഈ ലോകത്തിൽ ഒരു പുരുഷായുസ് ജീവിക്കുവാൻ, പുരുഷായുസ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ആയുസ് ഇല്ലെന്നല്ല, സ്ത്രീയുടെ സാധാരണ നമ്മുടെ ഫ്രൈസ് അതാണ്, പുരുഷായുസ്. ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ 91 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അത് ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ അനുദിനം ജീവിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗ്യപരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഓരോ വാക്യങ്ങളും നമ്മളെ ചൈതന്യം നമുക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ നമ്മുടെ ഉറപ്പിനും ഭദ്രതയ്ക്കും ജീവിതത്തിന് ആവശ്യമായ ബലത്തിനും എല്ലാം ഹല്ലേലൂയ ഈ സങ്കീർത്തനം ഉപകരിക്കുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഹല്ലേലൂയ സെക്യൂരിറ്റിയും സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ നൽകുന്നുണ്ട്. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ ഭാഷ്യമാണ്. എന്നാൽ 14, 15, 16 വാക്യങ്ങൾ പറയുന്നത് ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുക. അത് പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ ഉത്തരം വരളും. അങ്ങനെയാണ് 16 വരെ ദീർഘായുസ്സിനെ തൃപ്തി വരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. 91 സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ദീർഘായുസ്സുള്ള മനുഷ്യന് തൃപ്തി വരുത്തുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ബാലൻസ് ചെയ്ത് വേണം പഠിക്കാൻ. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഒരു 90 സങ്കീർത്തനം വെച്ചേക്കുന്നത്. 91 സങ്കീർത്തനം 96 എന്തോ പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയാണ് 90 പറയുന്നത്. ഏത് സമയം ഇവിടുന്ന് പോകും, ഏത് സമയം മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും. അത് നിസ്സാരത്വത്തിൻ്റെ തിരിച്ചറിവാണ് 90 പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ 91 വരുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും ദീർഘായുസ്സും പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 92 വരുമ്പോൾ ദീർഘായുസ് കിട്ടിയ മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ വേദവസ്തു അടുക്കിനാണ് നമുക്ക് ഹല്ലേലൂയ സങ്കീർത്തനം ഓരോ അധ്യായവും നമുക്ക് തരുന്നത്. 90 ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നിസ്സാരതയെക്കുറിച്ച് പറയുമ്പോൾ 91 ഹല്ലേലൂയ സ്തോത്രം പറയുന്നു, ദീർഘായുസ്സിന് ഞാൻ തൃപ്തി വരുത്തും. ഇഫ് യു ആർ ഡെൽ ഹല്ലേലൂയ അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ഷെൽട്ടറിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ദീർഘായുസ്സോട് തരും. ആ ദീർഘായുസ് തരുന്നത് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കാനാണ്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ. അതാ 92 പറയുന്നത്. അങ്ങനെ ഓരോ സങ്കീർത്തനവും അടുക്കിനാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലാണ് നമ്മൾ വരുന്നത്. കാരണം നമ്മുടെ കർത്താവ് 33-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പാപവും വഹിച്ചുകൊണ്ട്
മനുഷ്യവർഗത്തിൻ്റെ പാവവും വഹിച്ചുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ മദർ 33.5 വയസ്സുള്ളപ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. എൻ്റെ പിതാവ് ഹി വാസ് 89 വയസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബാലൻസ് ചെയ്തേ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാനൊക്കത്തുള്ളൂ. ഒരു വാക്യം എടുത്തുകൊണ്ട് നമുക്കൊരു ഉപദേശം സ്ഥാപിക്കാനൊക്കത്തില്ല. നമ്മൾ ഈ 91 മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ ദീർഘായുസ് എല്ലാവർക്കും കിട്ടിയൊക്കത്തുള്ളല്ലോ. നോ, ഒരിക്കലും അങ്ങനെയില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ഓരോരുത്തർക്കും ഈ ലോകത്തിൽ അവസരങ്ങൾ നൽകുന്നു. എന്നാൽ അത്യുന്നതന്റെ മറവിൽ വസിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഗോഡ് ഹാസ് എ പർപ്പസ് ഓൺ എവരിവൺ ഇൻ ദിസ് വേൾഡ്. ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചും ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം ആയുസ്സിനെ നീട്ടി നൽകുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചപ്പെട്ടവരെ വേഗത്തിൽ ഹല്ലേലൂയ വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴറിയാം, ഹേരോദാവ് യാക്കോബിനെ വാളാൽ കൊന്നു. എന്നാൽ പത്രോസിനെ പിടിച്ചു, ചങ്ങലക്കിട്ടു, തടവറയിൽ ഇട്ടു. എന്നാൽ ഹേരോദാവിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല. പത്രോസിനെ ഹല്ലേലൂയ കാവൽക്കാരെ ഒക്കെ വെച്ച് തടവിലാക്കിയെങ്കിലും പത്രോസിനെ ദൈവം കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പോൾ യഹൂദന്മാരുടെ ഇഷ്ടം യാക്കോബിൻ്റെ ജീവിതത്തിൽ നടന്നു, പത്രോസിൻ്റെ ജീവിതത്തിൽ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഗോഡ് ഹാസ് സം പർപ്പസ് ഓൺ എവരി വൺ ഇൻ ദിസ് വേൾഡ്. ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഓരോ പദ്ധതികളുണ്ട്. അതിന് പ്രകാരമാണ് ഈ ലോകത്തിൽ കാര്യങ്ങൾ ദൈവം നടത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഒറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. ആരാ? സ്തേഫാനോസ്. ഒറ്റ പ്രസംഗം കേട്ടോണ്ട് നിന്ന, ഹല്ലേലൂയ, സ്തോത്രം, കല്ലെറിയുവാൻ കൂട്ടുനിന്ന പൗലോസ് ദീർഘവർഷങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നത് പ്രസംഗിച്ചു. AD 67 തീമോഥെയോസിന് ലേഖനം എഴുതിയ അവസാന കാലങ്ങളെന്ന് പറയുന്നത്. പൗലോസിനെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് മോർ ദാൻ 80 years എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ കമൻട്രീസ് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പം വ്യത്യാസം വരാം, വർഷങ്ങൾക്ക് വ്യത്യാസം വരാം, ആയുസിന് വ്യത്യാസം വരാം. എനിവേ ഹി വാസ് ലിവിങ് ഇൻ ദിസ് വേൾഡ് മോർ ദാൻ 80 years എന്നാണ് ഞാൻ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ബാലൻസ് ചെയ്ത് പഠിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. ഒരു വാക്യം വെച്ചുകൊണ്ട് ഉപദേശം സ്ഥാപിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമുക്ക് എൻകറേജ്മെൻറ്റ് തരുന്നതാണ്. നമ്മളെ കംഫർട്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് നമുക്ക് പ്രാപിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നത്. കംഫർട്ട്, ആശ്വാസം നമുക്ക് തരുന്നു, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു, നമ്മളെ ധൈര്യപ്പെടുത്തുന്നു, നമ്മളെ ഉറപ്പിക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ആർത്തിയോടുകൂടി ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഓടി വരുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ ശക്തീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ ധൈര്യപ്പെടുത്തും. വരുന്നത് പോലെയല്ല തിരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് സന്തോഷമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പിന്നെ 3/4 മണിക്കൂർ കടഞ്ഞു നിൽക്കുന്നത്. കാരണം നമ്മളൊന്ന് ബലപ്പെട്ടാണ് വെളിയിലിറങ്ങുന്നത്. ഇല്ലേ പിന്നെ പെട്ടെന്ന് വണ്ടി ചാട്ടിയ സ്ഥലം വിടും. ഇവിടെ നിന്ന് വട്ടം കറങ്ങി നിൽക്കുന്നതിൻ്റെ കാര്യം, പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം ഇറങ്ങി നിന്ന് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരെയും പരസ്പരം ഒന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് പോകുന്നതാണ് സഭയെന്ന് പറയുന്നത്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവസഭകളുടെ പ്രത്യേകത. ഞാൻ പണ്ട് കോഴഞ്ചേരി പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാനന്ന് മർത്തോമാക്കാരനായിരുന്നു. പള്ളി കഴിഞ്ഞാൽ എല്ലാവരും സ്ഥലം വിടും. അവിടെ ആരും വട്ടം കറങ്ങി നിൽക്കത്തില്ല. കാരണം അവർക്ക് അവിടെ ചൊല്ലി കഴിഞ്ഞ് പോയി അവർക്കൊന്നും കിട്ടാനില്ല. കിട്ടാനുള്ളിടത്ത് ആൾക്കാർ ചുറ്റിക്കറങ്ങി നിൽക്കും അല്പസമയം കൂടെയൊക്കെ. അതാണ് വ്യത്യാസം. ദൈവസഭയും നാമത്തെ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ രണ്ടും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായിക്കാണും പലർക്കും. പള്ളി കഴിഞ്ഞാൽ എത്ര വേഗം സ്ഥലം വിടും. കഴിഞ്ഞാൽ എല്ലാം അതിന് മുമ്പ് തന്നെ പകുതി ആകുമ്പോഴേ ഇറങ്ങിപ്പോവും. പള്ളി കഴിയുമ്പോഴത്തേന് പകുതി പേരെ കാണത്തുള്ളൂ പള്ളിക്കകത്ത്. എനിവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ ഉറപ്പും ബലവും ശക്തിയും അതുതന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നത് ഓരോ സൺഡേയിലും ഓടി വരാനായിട്ട് വീക്കെൻഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മധ്യത്തിൽ വചന സ്ഫോടനം നടക്കുകയായിരുന്നു, അല്ലേ? വചന സ്ഫോടനമാണ് നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. അതുകൊണ്ട് ഇന്ന് എന്തോ പറഞ്ഞാൽ ഏൽക്കുകയില്ലെന്ന് എനിക്കറിയാം. എനിവേ, പ്രാപിച്ച എല്ലാവരും നന്നായിട്ട് പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവദാസന്മാരെ അതാത് കാലഘട്ടത്തിൽ ദൈവം അയച്ച് നമ്മളെ ശക്തീകരിക്കുന്നു, നമ്മളെ ബലപ്പെടുത്തുന്നു, നമ്മളെ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 92-ാം സങ്കീർത്തനം കൂടെ ഒന്ന് പറഞ്ഞു ഇതിനോട് ചേർന്ന് പറഞ്ഞാണെങ്കിൽ ആദ്യത്തെ വാക്യം, അതായത് ഗുഡ്നെസ് ഓഫ് ഗിവിങ് താങ്ക്സ് ടു ദ ലോഡ്. ദീർഘായുസ് കിട്ടിയവരവിടെ ഇരിക്കുന്നവരെല്ലാവരും, ഹല്ലേലൂയ, സ്തോത്രം, കിട്ടിയവരൊക്കെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും, ഹല്ലേലൂയ, സ്തോത്രം, 10 കമ്പിയുള്ള വീണ കൊണ്ടും
10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും ദൈവത്തെ സ്തുതിക്കണം. എന്തോ ഈ 10 കമ്പിയുള്ള വീണ നിങ്ങൾക്ക് ആർക്കും പറയാം? യെസ്, കൈവിരല 5 10 വിരൽ തന്നേക്കുന്നത് 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ. എന്തുവാ? ഗംഭീര സ്വരമുള്ള കിന്നരം. ഇതാ നമ്മുടെ കിന്നരം, ഗംഭീര സ്വരമുള്ള കിന്നരം. ഏത് ഹല്ലേലൂയ സ്തോത്രം, ഏത് അവസ്ഥയിലായിരുന്നാലും, രോഗക്കിടക്കയിലായിരുന്നാലും, ICUലായിരുന്നാലും, ഹല്ലേലൂയ നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. കൈ അനക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അത് ജയിലിലായാലും കൊള്ളാം, ICUലായാലും കൊള്ളാം, ഫ്ലൈറ്റിലായാലും കൊള്ളാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ സ്വരം നമുക്കുള്ളിടത്തോളം കാലം, കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം, ഹല്ലേലൂയ, പരിസരം നോക്കത്തില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുക, ഞാൻ ഒത്തിരി സമയം എടുക്കുന്ന ആളല്ല ആരാധിക്കാറുണ്ട്. പക്ഷെങ്കിൽ ക്വാളിറ്റിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. എടുക്കുന്ന സമയം, കുത്തിയിരിക്കുന്ന സമയം, വരുന്ന സമയം എല്ലാം മറന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും. കാരണം പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമുക്ക് ഈ ആയുസ് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ചടഞ്ഞ് വീട്ടിലിരിക്കാനല്ല. ദൈവത്തെ ആരാധിക്കേണ്ടപ്പോൾ ആരാധിക്കണം. കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഇഷ്ടകരമായി, ഹിതകരമായി ഈ ലോകത്തിൽ ക്രിസ്ത്യ ജീവിതം ജീവിച്ചെടുത്ത് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എത്ര ആയുസ്, എത്ര കാലം ജീവിക്കുന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നുള്ള കാര്യം. ഹൗ യു ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ് ഡസൻറ്റ് മാറ്റർ ഹൗ ലോങ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം തീർന്നു. ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ ദൂത് തീർന്നില്ലെങ്കിലും എൻ്റെ സമയം തീർന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല വചനങ്ങൾക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യും.